ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഹോം ടൂർ വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1 ഇയർ ആവാറായിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെ ഞാൻ ഹോം ടൂർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഹോം ടൂർ ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി പണി പെൻഡിങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിപ്പോൾ നമ്മൾ തൽക്കാലം ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ ഹോം ടൂർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ലിവിങ് റൂമിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഔട്ട്സൈഡ് വ്യൂ, നമ്മുടെ ഫ്രണ്ട് വ്യൂസ് നമ്മൾ വീഡിയോസിൽ കുറിച്ചൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും നമുക്കിത് പുറത്തുനിന്ന് ഉള്ള വ്യൂസ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, ഇത് നമ്മുടെ പപ്പായ കേട്ടോ. അപ്പോൾ ഇത് എന്തോ ഒരു പേരുണ്ട്. അത് അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫ്രണ്ട് വ്യൂ വരുന്നത്. ഇങ്ങനെയുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ലിവിങ് റൂം വരുന്നത്. ഇവിടെ വിൻഡോ വരുന്നുണ്ട്. ഇതിപ്പുറത്ത് ഒരു സൈഡിൽ വിൻഡോ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ സെറ്റി നമ്മളിത് ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലിവിങ് റൂമും ഡൈനിങ് റൂമും കൂടി ചെറിയൊരു പാർട്ടീഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സനാറ ട്രോഫികളൊക്കെ ഇവിടെ കാര്യമായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാർട്ടീഷൻ്റെ അവിടെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ചെടികളും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വെക്കാനുണ്ടായിരുന്നു. ഈ നോർമൽ പ്ലാന്റ്, അതായത് നാച്ചുറൽ പ്ലാന്റ്സും അത് കൂടാണ്ടുള്ള ഐറ്റംസ് ഒക്കെ ഇങ്ങനെ വെക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതൊന്നും വെക്കാനുള്ള ഇതൊന്നും സെറ്റ് ആക്കിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് 1-2 വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഹോം ടൂർ ചെയ്യണമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി എന്തായാലും എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാന്നുള്ള പറയണം. അപ്പോൾ എന്തായാലും ആ ടൈം ആകുമ്പോഴത്തേക്കും അതിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും അതൊക്കെ നടന്നോളും. അപ്പോൾ നമുക്ക് ഇപ്പോൾ തൽക്കാലം ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മുടെ വ്യൂ വരുന്നത്. അപ്പുറത്ത് സനാൻ്റെ ട്രോഫീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ഞാൻ പറഞ്ഞതാണ്, കുറച്ച് അങ്ങനെ വെക്കണം, നമുക്ക് ഇതൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്പേസ് വെക്കണമെന്നും പറഞ്ഞ് നമ്മളതിങ്ങനെ വെച്ചതായിരുന്നു. ഇപ്പോൾ നോർമലി അങ്ങനെ ആരും ഇപ്പോൾ അങ്ങനെ വെക്കാറില്ല, ഷോക്കേസ് പോലെ പണിയാറില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് അത് സ്പെഷ്യലായിട്ട് ഇങ്ങനെ വെക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യിപ്പിച്ചെടുത്താണ്ട് അത്. പിന്നെ അത് ഇവിടെയും ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇവിടെയും നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഐറ്റംസൊക്കെ ഒരുപാട് ഇങ്ങനെ വെക്കാനുണ്ട്. അവിടെയൊക്കെ നമ്മുടെ ഇൻഡോർ ഐറ്റംസ് ഇല്ലേ, ഡെക്കോർ ഐറ്റംസ് ഒക്കെ വെച്ച് തന്നെ നല്ല ഭംഗിയുണ്ടാവും. ഇവിടെ എൻ്റെ സ്വിച്ച് വരുന്നത്. പിന്നെ അത് ഇവിടെയും സ്വിച്ച് വരുന്നുണ്ട്. സൈഡിലും ഒരു ചെറിയൊരു സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് വന്നിങ്ങനെ ഇവിടെ 2 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നോർമലി നല്ലൊരു വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായി. പക്ഷെ നമുക്ക് ഇവിടെ മാക്സിമം ലെങ്ത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമ്മുടെ ഹൈറ്റിൻ്റെ പ്രശ്നം തന്നെയും കൂടി ജസ്റ്റ് ഒരു ഹൈറ്റിലാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കുറച്ചും കൂടി ലെങ്ത് നമ്മൾ താഴ്ത്തി വെച്ചാൽ നമുക്ക് ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ തലയിൽ എന്താ പറയുക, മുട്ടുന്ന ഹൈറ്റ് വരും. അതുകൊണ്ട് നമ്മൾ ഇത്രയും ഒരു ഇതിലാണ്ട് അത് വെച്ചേക്കണത്, ഈ ഒരു ഹൈറ്റിനാട്ട് വെച്ചേക്കണത്. പിന്നെ അവിടെ നമുക്ക് ക്ലോക്ക് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു. അപ്പോൾ അതേ ഈ സൈഡിലും അതേപോലെ തന്നെ നമുക്കിത് ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ഡെക്കോർ ഐറ്റംസ് ഒക്കെ വെക്കാനുള്ള പ്ലേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഇത് മണി പ്ലാന്റ്, എനിക്ക് ഈ ഒരു മണി പ്ലാന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് മേളിൽ ഇങ്ങനെ മണി പ്ലാന്റ് ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് താഴത്തോട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കണ രീതിയിലൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു മണി പ്ലാന്റ് നമ്മളിത് വെച്ച് ഇതാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ മേളിൽ നമ്മൾ അങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് വന്നോളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വെക്കാനുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ നമ്മൾ അതൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ ഇപ്പുറത്താണ് TV യൂണിറ്റ് വരുന്നേക്കണേ. തൽക്കാലം നമ്മൾ TV വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് TV യൂണിറ്റ് വരുന്നത്. അവിടെ ഇത് ചെറിയൊരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദേ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നേരത്തെ കണ്ട സന ട്രോഫിയും കാര്യങ്ങളൊക്കെ വെച്ചേക്കണം. അതിൻ്റെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ദേ ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് അപ്പുറത്ത് ഫ്രണ്ടിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഈ 2 ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. ഇവിടെ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അതേ 6 ചെയേഴ്സും അവിടെ
ഇട്ടിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ ടി വി യൂണിറ്റിന് താഴെയായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ വീട് പറയുന്ന ടൈമിൽ, അതായത് ഇൻറ്റീരിയർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ സ്റ്റോറേജ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ കബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഡ്രസ്സ് വാർഡ്രോബൊക്കെ ആകുമ്പോൾ നമുക്ക് ഡ്രസ്സും നമ്മുടെ എല്ലാവരും ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് എപ്പോഴും ബുദ്ധിമുട്ടും പ്രോബ്ലംസ് ഒക്കെ വരുന്നത് അവിടെയുള്ളൂ. ഡ്രസ്സ് കാര്യങ്ങളൊന്നും വെക്കാനായിട്ട് സ്പേസ് ഉണ്ടാവില്ല അങ്ങനെ. അപ്പോൾ നമ്മളിത് മാക്സിമം സ്റ്റോറേജ് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ 2 റൂമിൽ നമ്മൾ വാർഡ്രോബ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഇവിടെ ജസ്റ്റ് ഒരു കർട്ടൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ പാഷ്യോ പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമ്മളിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് പാഷ്യോ നമ്മൾ പണിതെടുത്തിട്ടുള്ളൂ. വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവിടെയും ചെടികളും കാര്യങ്ങളൊക്കെ വെക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ജസ്റ്റ് ഒരു കർട്ടൻ കൊടുത്തിട്ട് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഗ്ലാസ് ഡോർ കൊടുത്തേക്കാണ്. നമ്മുടെ ഗ്ലാസിൻ്റെ ഡോറ് കൊടുത്തേക്കാണ്, സ്ലൈഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത്. പിന്നെ അതേ ഈ ഒരു അതിൻ്റെ ഡൈനിങ് റൂമിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഈ ഒരു വാളിൽ നമ്മൾ ജസ്റ്റ് ഒരു ടെക്സ്ചർ പോലെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കളറിലാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഒരു പിങ്ക് വൈറ്റ് ഒക്കെ വരുന്ന ഒരു കളറിൽ ടെക്സ്ചറാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. പിന്നെ അത് ഇത് ക്ലോക്ക് അതിൻ്റെ അവിടെ വരുന്നുണ്ട് കൊടുത്തിട്ട്. പിന്നെ നമ്മുടെ ടൈൽസ് പറഞ്ഞില്ല, ടൈൽസ് ഇതാണ് കേട്ടോ വരുന്നത്. എല്ലാത്തിലും നമ്മൾ കോമൺ ആയിട്ടുള്ള ടൈലാണ് ഇട്ടേക്കുന്നത്. നമ്മുടെ റൂംസിലും ഡൈനിങ് റൂമിലും കിച്ചണിലൊക്കെ ഈ ഒരു ടൈലാണ് കേട്ടോ നമ്മൾ ഇട്ടേക്കുന്നത്. പിന്നെ നമ്മുടെ പാഷ്യോയിലും അതേപോലെ തന്നെ അപ്പുറത്ത് വർക്ക് ഏരിയയിൽ മാത്രമാണ് നമ്മൾ മാറ്റിൻ്റെ ടൈൽ എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇത് ഗ്ലോസി ടൈലാട്ടോ നമ്മൾ കൊടുത്തേക്കണത്. അപ്പോൾ ഇത്രയാണ് വരുന്നത്. പിന്നെ അതേ 3 ബെഡ്റൂംസാണ് വരുന്നത്. ഇവിടുന്ന് കയറി വരുമ്പോൾ തന്നെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. പിന്നെ മിഡിലിൽ ഒരു ബെഡ്റൂമും പിന്നെ വേറെ ബെഡ്റൂം എല്ലാം ഒരേ സൈഡിൽ തന്നെയാണ് കേട്ടോ കൊടുത്തേക്കണത്. നമ്മൾ ഒരേ സൈഡിൽ തന്നെയാണ് ബെഡ്റൂം വന്നിരിക്കുന്നത്. പിന്നെ ഈ കബോർഡ് നമ്മുടെ വരുന്നത് WPC ഷീറ്റിലാണ് വന്നേക്കുന്നത്. WPC ഷീറ്റിൽ നമ്മൾ മൈക്ക ഒട്ടിച്ച് കൊടുത്തേക്കാണ്ട് ഈ ഒരു വാൾനട്ട് കളറ്. അപ്പോൾ അത് ഇത്രേ ഉള്ളൂ. ഡൈനിങ് റൂമിലെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി പാഷ്യോടെ സൈഡ് നോക്കാം കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഇവിടെ ഒരു കർട്ടൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഒരു പാർട്ടീഷൻ പോലെ. അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ ഗ്ലാസ് ആണ് കൊടുത്തേക്കണം. അപ്പോൾ അത് കർട്ടൻ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ട്, ഗ്ലാസ് നമ്മൾ സ്ലൈഡിങ് ആണ് കൊടുത്തേക്കണേ, ഗ്ലാസ് ഡോറ്. അപ്പോൾ ഇത് 2 സൈഡ് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇതാണ് കേട്ടോ പാഷ്യോ വരുന്നത്. ഞാൻ ലൈറ്റ് ഇട്ടിട്ട് വരട്ടെ. ഇതാണ് നമ്മുടെ പാഷ്യോ വരുന്നത്. മുകളിൽ നമ്മൾ ഷീറ്റ് ഇട്ടിട്ട്, അതായത് അലൂമിനിയത്തിൻ്റെ ഷീറ്റാണ് മുകളിൽ ഇട്ട് കൊടുത്തേക്കണേ. അതിൻ്റെ താഴെയായിട്ട് നമ്മളിത് പാനൽ പോലെ ചെയ്തേക്കണേണ്. പിന്നെ അതേ മുകളിൽ CNC കട്ടിങ് പോലെ ചെറിയ ഇതിൽ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 2 സൈഡിലും വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെയും ഓപ്പോസിറ്റും വിൻഡോസ് വരുന്നുണ്ട്. പിന്നെ ഇത് ഇവിടെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഇത് വരുന്നത്. വാഷ് ബേസിൻ വരുന്നത് ഇവിടെയാണ്. വാഷ് ബേസിൻ്റെ താഴെയായിട്ട് നമ്മൾ ചെറിയൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലും ചെറിയൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഇവിടെ ഇൻവേർട്ടർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇവിടെ ചെടികൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഇത് താഴെയായിട്ട് ഇങ്ങനെ ചെറിയൊരു ചെടിയുടെ ഒരു ബോക്സ് പോലെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെടികൾ അവിടെ സെറ്റ് ചെയ്യണമെന്നാണ് വിചാരിച്ചിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, അല്ല അതൊക്കെ ഇനി ഇൻഷാല്ല പിന്നീട് ചെയ്യണം. അപ്പോൾ അവൻ്റെ അപ്പുറത്ത് ആ ഒരു ഭിത്തിയുമ്പോൾ നമ്മൾ ഇതൊരു ടൈൽസ്, അതായത് ചെടികൾക്കൊക്കെ മാച്ചായിട്ടുള്ള ഒരു ലീഫൊക്കെ വരുന്ന ഒരു രീതിയിലുള്ള ടൈൽസാണ് അവിടെ സെലക്ട് ചെയ്തേക്കണത്. അപ്പോൾ നമുക്ക് ഈ 2 ഡോറ് അപ്പുറത്തും വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഈ പാഷ്യോയിൽ നമുക്ക് ഇതേ വേണ്ടാത്ത ഐറ്റംസ് ഓരോന്നും അങ്ങനെ മാക്സിമം ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇനി സെറ്റാക്കി എടുക്കാനുണ്ടല്ലോ. അപ്പോൾ ആ ടൈമിൽ എന്തായാലും മാറ്റി നല്ല രീതിയിലൊക്കെ ചെയ്യണം. അപ്പോൾ ഇൻവേർട്ടർ കൊണ്ടു വെച്ചിട്ടുണ്ട്, വാക്യൂം ക്ലീനർ. ഇനി ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ കർട്ടൻ ഇട്ട് കൊടുത്തേക്കണ്ട നല്ല രീതിയിൽ അവിടെ നിന്ന് വെയിലടിക്കണ്ട കേട്ടോ. അപ്പോൾ ഷീറ്റ് പുറത്തിട്ടാത്തതും കൊണ്ട് നല്ല രീതിയിൽ ഇത് മരത്തിൻ്റെ ഡോറായും കൊണ്ട് നല്ല വെയിലടിക്കുന്നതും കൊണ്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തേക്കാൻ കേട്ടോ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത് സെറ്റ് ചെയ്യണത് ചെറിയൊരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്യണത്. അപ്പോൾ അത് അവിടെ ഉണ്ട്. പിന്നെ അത് ഇവിടെ നമ്മൾ വുളു ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ്. അപ്പോൾ അത് 2 ടാപ്പ് കൊടുത്തിട്ടുണ്ട്. കാല് കഴുകാനും കൈ കഴുകാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ മേളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ കാര്യങ്ങളും. കിച്ചണാണ് അവിടെ കാണുന്നത്. പിന്നെ അതേ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വരുന്നുള്ളൂ. പിന്നെ ഇത് നമ്മുടെ മിസ്റ്റർ ഹസ്ബൻഡിൻ്റെ ഒരു പണിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെർഗഷനോ അങ്ങനെ എന്തോ ഐറ്റംസാണ്. അത് വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്ത് അതിൽ ഫിറ്റാക്കി അങ്ങനെ എന്തോ സംഭവം വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇനി ഇത് സ്പ്രേ പെയിൻറ്റ് ചെയ്ത് എന്നെ കുറച്ചും കൂടി ഭംഗിയായിട്ട് ഒരു ആർക്കിയോളജി ഒരു ആ ലുക്കിലൊക്കെ വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തൽക്കാലം അത് നമ്മൾ അവിടെ വെച്ചേക്കണം ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ പാഷ്യോയിലെ കാര്യങ്ങൾ അത്രേ ഉള്ളൂ. ഈ ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്തിട്ടില്ല. 2 സ്റ്റെപ്സ് ഉണ്ട്. നമുക്ക് ഇതിൽ കൂടി പുറത്തുനിന്ന് വരണമെന്നുണ്ടെങ്കിൽ ഇതിലേയും നമുക്ക് എൻ്റർ ചെയ്യാം കേട്ടോ. അപ്പോൾ അവിടെ തൽക്കാലം ഒന്നുമില്ല. സ്റ്റെപ്പിൽ ഇതേ ചെടികളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഡംപ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെയും കലാത്തിയ ചുറ്റിനും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ പച്ചക്കറി എന്തോ വെണ്ടയ്ക്ക് അങ്ങനെ എന്തോ ഐറ്റംസൊക്കെ അവിടെയും കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ അവിടുത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ മുറ്റമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത്രയും വരുന്നുണ്ട്. അതെ അപ്പോഴത്തേക്കും ഇവർ വന്നിട്ടുണ്ട്. ഇവരില്ലാത്ത സമയം നോക്കിയാൽ ഹോം ടൂർ എടുത്താണ്. 2 വന്നിട്ടുണ്ട്. ഹെസാ ഹെസാട് കുട്ടിക്കൂടെ എടുപ്പുണ്ട്. ആലിയ സന
എവിടെയായിരുന്നു നിങ്ങള്? അപ്പൊ അതെ, അപ്പൊ ഞാൻ അപ്പൊ ഇത്ര ഉള്ളൂ ഇവിടുത്തെ കാര്യങ്ങൾ. നമുക്ക് ഇനി റൂമിലോട്ട് പോകാം. അപ്പൊ അതെ ഇത്ര ഉള്ളൂ ഇവിടെ വരുന്നത്. നമുക്ക് ഇനി അപ്പൊ ഗൈസ് നമുക്ക് ഇതിനി ഫസ്റ്റ് ഈ ഒരു റൂമാണ് കേട്ടോ കാണാൻ പോണത്. അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ഒരു റൂം വരുന്നത്. മാസ്റ്റർ ബെഡ്റൂം അല്ല, മാസ്റ്റർ ബെഡ്റൂം അപ്പുറത്താണ് വരുന്നത്. ഈ ഒരു റൂം അത്യാവശ്യം എന്നാലും സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ കട്ടിൽ കൊടുത്തിട്ടുണ്ട്. ബെഡിൽ നമ്മൾ കട്ടിൽ സ്റ്റീലിൻ്റെ ഉണ്ട് വരുന്നത്. അപ്പോൾ ഇത് കുഷ്യൻ പോലെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെയാണെങ്കിലും സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തെ സൈഡ് ക്ലോസ്ഡ് ആണ്. ഈ ഒരു സൈഡാണ് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചേക്കണതാണ്. അപ്പം കാല് തട്ടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ സൈഡ് ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്ട്. അപ്പോൾ അത് ഇവിടെ നോക്കിയാൽ നമ്മുടെ കലാത്തിയൊക്കെ ഇത് സൂപ്പറായിട്ട് കാണാൻ പറ്റും. അപ്പോൾ കലാത്തിയെ നമ്മൾ ഫസ്റ്റ് ടൈം എന്തോ 1-2 പ്ലാന്റ് അങ്ങനത്തെ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ആദ്യം ഇവിടെ എല്ലാവരും വേറെ സ്ഥലത്താണ് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പിടിച്ച് വന്ന് ഇപ്പോൾ അതിൽ നിന്ന് തന്നെയായിട്ട് ഇതെല്ലാം ഉണ്ടായി വന്നേക്കണത്. അപ്പോൾ ഇപ്പം അത്യാവശ്യം നല്ല ഹൈറ്റിൽ വെച്ച് വരുന്നുണ്ട്. പിന്നെ അത് ഇവിടെ ഒരു കൂളർ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. കൂളറിൻ്റെ ഇപ്പം ആവശ്യമില്ല, എന്താ ചൂടുകാലത്ത് അതിൻ്റെ അത്യാവശ്യമുണ്ട്. പിന്നെ അതേ വാർഡ്രോബ് വരുന്നത്. അപ്പോൾ അതേ അതിന് 2 കളേഴ്സായിട്ടാണ് കൊടുത്തേക്കണം. അപ്പോൾ മുകളിൽ നമ്മൾ വൈറ്റും താഴെ ഒരു എന്താ പറയുക മെറ്റാലിക് കളർ അങ്ങനെ എന്തോ ആണ്. പിന്നെ അതേ ഇതും WPC നമ്മളെല്ലാം കബോർഡും ചെയ്തേക്കുന്നത് WPC ഷീറ്റിൽ വെച്ച് തന്നെയാണ് മൈക്ക് ഒട്ടിച്ച് കൊടുത്തേക്കണതാണ്. അപ്പോൾ അത് ഇവിടെയാണ് അതിൻ്റെ മിറർ വരുന്നത്. ഇവിടെ മിറർ കൊടുത്തിട്ടുണ്ട്. താഴെ ചെറിയൊരു സ്പേസും പിന്നെ അതേപോലെ തന്നെ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഇവിടെ മിറർ ഉണ്ട്. ഈ മിറർ നമുക്ക് ഓപ്പൺ ആക്കി അവിടെ നമുക്ക് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇത് ഓപ്പൺ ചെയ്യാം. ഇവിടെയാണ് ഞാൻ പിള്ളേരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചേക്കണം. സനാൻ്റെ ഹെസാൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്രാങ്ങളെല്ലാം വലിച്ചു വാരി അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ഒതുക്കി വെക്കാനുണ്ട്. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളും അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഡ്രസ്സും എല്ലാം വെക്കാനായിട്ട് എല്ലാം സെറ്റ് ആക്കും. മേളിലൊന്നും ഇപ്പോൾ തൽക്കാലം ഒന്നും വെച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നണത്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത അതായത് എപ്പോഴും യൂസ് ചെയ്യാത്ത ഐറ്റംസ് ഒക്കെയാണെങ്കിൽ നമുക്ക് മേളിലും വെക്കാം. ബാക്കി എപ്പോഴും എടുക്കണതൊക്കെ നമുക്ക് താഴത്തും വെക്കാം. ഇവിടെയും ചെറിയൊരു ഇതുണ്ട് കേട്ടോ, കബോർഡ് സ്പേസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ഇതല്ല കേട്ടോ, ഇതാണ് ഇതാണ് നമ്മുടെ ബാത്റൂം. അതെ ബാത്റൂമിൽ ഇങ്ങനെ വരുന്നത് കൺസീൽ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു ബാത്റൂമിൽ നമുക്ക് ഇവിടെ നമുക്ക് കബോർഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബ്രഷും കാര്യങ്ങളും ഇങ്ങനെ പുറത്ത് വെക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ ഉള്ളിലായിട്ട് നമുക്ക് വെക്കാമല്ലോ. അപ്പം അങ്ങനെ സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്കി വന്ന പീസ്, അതായത് ഇവിടെ കബോർഡ് നമ്മൾ ചെയ്തേക്കണതിൻ്റെ ബാക്കി വന്ന പീസ് വെച്ചിട്ട് നമ്മൾ ഇവിടെയും കൊടുത്തേക്കുന്നതാണ് വാഷ് ബേസിൻ. പിന്നെ നമ്മുടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാത്റൂമിൻ്റെ കാര്യങ്ങളൊക്കെ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് റൂമിലോട്ട് പോകാം. അപ്പോൾ ഇത് നെക്സ്റ്റ് റൂം വരുന്നത് നമ്മുടെ കിഡ്സിൻ്റെ റൂമാണ്. അവിടെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. തൽക്കാലം നമ്മളവിടെ ഒന്നും ചെയ്തിട്ടില്ല. ബെഡും കാര്യങ്ങളും ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല കേട്ടാ. സനാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കർട്ടനാണെന്ന്. അന്ന് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത് ഈ കർട്ടനാണ്. അവർക്ക് ഇങ്ങനത്തെ ഒരു കളർ പിങ്ക് കളറൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ റൂമിൽ ആ കളർ ചെയ്തേക്കുന്നതാണ്. അപ്പൊ ഇതാണ് അവരുടെ ഇത് വരുന്നത്. അപ്പൊ തൽക്കാലം ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതേ വയലും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് സെറ്റ്. അത് തൊട്ടപ്പുറത്താണ് ആലിയാടെ വീട്. അപ്പൊ ആലിയാക്ക് അവിടെ നിന്ന് ഹായ് പറഞ്ഞ സനാനെ ഇവിടെ നിന്ന് കാണാതെ അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ അതെ ഇവിടെ എന്തൊക്കെയോ അൽക്കൂടുത്ത സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്നും എടുത്ത് വെച്ചിട്ടൊന്നുമില്ല. പിന്നെ ബാത്റൂം ഉണ്ടല്ലോ, ഇവിടെയും ഒരു ബാത്റൂം വരുന്നത്. 3 റൂമിലും 3 ബാത്റൂമാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബാത്റൂം. ഇവിടെ അതേപോലെ തന്നെ ചെറിയ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇതേ ആലിയാക്ക് ഇതാണ് ഇഷ്ടമായത്. ഇവിടെ അതേപോലെ തന്നെ കബോർഡ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേ ഇവിടെയും അതിനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. തൽക്കാലം നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തൽക്കാലം അതങ്ങനെ വെച്ചേക്കാം. ബ്രഷും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇതാണ്ട ബാത്റൂം. ഓക്കെ, നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമുക്കിനി അടുത്ത റൂമിലേക്ക് അപ്പോൾ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഫസ്റ്റ് വരുമ്പോൾ തന്നെ കയറി വരുമ്പോൾ തന്നെ കാണുന്നതാണ് നമ്മുടെ വർക്ക് സ്പേസ് ആണ് കേട്ടോ. ഇത് എനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ്. തലക്ക് സ്പേസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം 3 ഡ്രോ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കണ്ടോ. അതിനുള്ള സഖിയുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. സാധനം എന്താ മേളിൽ കയറിയിരിക്കണ താഴത്തോട്ട് ഇറങ്ങി. തേങ്ങയല്ല, അത് കല്ലാണ് ഗൈസ്. ഈ കല്ല് കാണിച്ചിന്.
ആ ഈ താല്പര്യമില്ല കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ തേങ്ങ ആലിയാരുടെ തേങ്ങ ഗൈസ്. ഇത് കല്ല് കണ്ടിട്ട് ഹൗസ് വാമിങ്ങിന്റെ അന്ന് നമ്മുടെ കുറച്ച് കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറ്റിക്കാൻ വേണ്ടി തന്നൊരു ഗിഫ്റ്റ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു തേങ്ങയല്ല സോറി കല്ലാണ്. ഇത് കളർ ചെയ്തതിന് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇപ്പൊ കളറൊന്നും ചെയ്തിട്ടില്ല. കളറൊക്കെ ചെയ്ത് വെച്ച് നല്ല ഭംഗി ഉണ്ടാവും. അപ്പൊ നമുക്ക് തൽക്കാലം ഇതിലൊക്കെ താഴെ കഴിഞ്ഞാൽ പണി തീർന്നു. നമ്മുടെ ടൈലൊക്കെ പൊട്ടിപ്പോ. ഓക്കെ, പിന്നെ ഇത് ഇവിടെ ഉണ്ട് ഒരു സ്പേസ്. ഈ സ്പേസ് മെയിൻ ആയിട്ട് നമുക്ക് ആവശ്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കീസില്ലേ, ഏതാണ് നമ്മുടെ വണ്ടികളുടെ ആയാലും വീടിന്റെ ആയാലും കാറിന്റെ ആയാലും എന്തിന്റെ കീ ആയാലും എപ്പോഴും കാണാണ്ട് പോകാനാണ് മെയിൻ ആയിട്ട്. എവിടെയെങ്കിലും വെക്കും, പിന്നെ അത് അന്വേഷിച്ചെടുക്കും. അപ്പൊ ഇതാവുമ്പോൾ നേരെ വന്നിട്ട് ഈ ഡ്രോ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ സേഫ് ആയിട്ട് ഇരുന്നോളും. അതാണ് സംഗതി. അപ്പൊ ഇവിടെ ഇത് നമ്മള് കിച്ചണിൽ വെച്ചേക്കണ WPC ഷീറ്റിന്റെ ബാക്കി വന്നിട്ട് നമ്മളിവിടെ ചെയ്യിപ്പിച്ചേക്കണതാണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളും പേഴ്സും കാര്യങ്ങളും, അതായത് പെട്ടെന്ന് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വെക്കാം. കീം എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് വർക്ക് സ്പേസിൽ വരുന്നത്. അപ്പൊ ഇവിടെ ചെറിയൊരു കർട്ടൻ കൊടുത്തിട്ടുണ്ട്. വർക്ക് സ്പേസ് കഴിഞ്ഞിട്ട് ഇവിടെ കർട്ടൻ വരുന്നുണ്ട്. അതായത് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ അവിടെ ആരെങ്കിലും ഒക്കെ ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാമല്ലോ സേഫ് ആയിട്ട്. കർട്ടൻ വലിച്ചിട്ട് തന്നെ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാം, ആർക്കും ശല്യമാവാണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഈ കർട്ടൻ നമുക്ക് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമിലോട്ട് വന്ന്, ബെഡ്റൂം ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ബെഡ് നമ്മൾ പണിയിപ്പിച്ചെടുത്താണ് കേട്ടോ. കട്ടില് നമ്മൾ പണിയിപ്പിച്ചെടുത്താണ് മരത്തിൻ്റെ വെച്ചിട്ട്. അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിൻ്റെ അടിയിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇതിലിപ്പോൾ ഇതെല്ലാം വെച്ചേക്കൊണ്ട് പൊക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. വേറൊരാളുടെ ഹെൽപ്പ് കൂടി വേണം. അതുകൊണ്ട് തൽക്കാലം ഞാൻ പൊക്കണില്ല. വേണ്ട, പൊക്കണ്ട. തന്നെ പൊക്കിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഇതിൽ സ്പേസ് കണ്ട, നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട്. ഇപ്പൊ ഒന്നും വെച്ചിട്ടില്ല എന്ന് തോന്നണം. 1-2 ഐറ്റംസ് എന്തൊക്കെയോ വെച്ചിട്ടുള്ളൂ. അങ്ങനെ അത് അടിച്ചേക്കടി, അടിച്ചോ. തുറന്നത് എങ്ങനെ അടിച്ചോ? ഓക്കെ, അത് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇത് 2 സൈഡിലും ചെറിയൊരു കോർണർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ നമുക്ക് ഇതേ നല്ല സ്പേസ്, ഫോണൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ വെക്കാം. അപ്പൊ ഉറങ്ങുന്ന ടൈമിൽ നമ്മൾ ഫോൺ എപ്പോഴും ഉണ്ടാവില്ല. അപ്പൊ ഫോണൊക്കെ നമുക്ക് അവിടെ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇതേപോലെ സെയിം ഇത് നമ്മൾ 3 സെറ്റായിട്ട് നമ്മൾ പണിയിപ്പിച്ചെടുത്താണ്. ബെഡല്ല, കട്ടിലും അതേപോലെ തന്നെ കോർണറിൽ വരുന്ന 2 ടേബിളും നമ്മൾ പണിയിപ്പിച്ചെടുത്താണ്. പിന്നെ ഇത് അത് അലങ്കോലാണ് ഗൈസ്. എന്താ പറയാ, അല്ല അതിന് പറയണത് നമ്മ റെഡി ആവണ പറയണത് മേക്കപ്പ് ഏരിയ വരുന്നത് ഇവിടെയാണ്. അപ്പൊ നമ്മുടെ മേക്കപ്പ് ഏരിയ. ഇവിടെ നമുക്ക് ചെറിയൊരു ടേബിൾ അല്ലല്ല സ്റ്റൂൾ പോലെ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് മാക്സിമം നമുക്ക് ഇവിടുന്ന് റെഡി ആവാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ. അത് ഞാൻ നേരത്തെ അപ്പുറത്തെ റൂമിലും കാണിച്ച സെയിം ടൈപ്പ് തന്നെയാണ് ഇവിടെ. ഒരുപാട് സ്പേസ് നമുക്ക് ഇതിലുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ കുറച്ചൊരു സ്പേസ് വരുന്നുണ്ട്. പിന്നെ 2 ഡ്രോ മിററിൽ തൊടല്ലേ. താഴെ 2 ഡ്രോ. പിന്നെ ഇവിടെയാണ് നമ്മുടെ വാർഡ്രോബ് വരുന്നത്. അവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ. അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ ഇവിടുത്തെ കബോർഡ്. ഞാൻ ഇതിന്റെ അറ്റത്തുനിന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ച് സ്പേസ് അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് ലോണ്ടറി അല്ല, നമുക്ക് അത്യാവശ്യം വേണ്ട അതൊക്കെ വെക്കാനുള്ള സ്പേസ്. അപ്പൊ ഇതാണ് നമ്മുടെ റൂമിന്റെ വ്യൂ വരുന്നത്. ഞാൻ ഒരു കോർണറിലാണ് ഇപ്പൊ നിൽക്കണം. ഇങ്ങനെയാണ് അതിന്റെ വ്യൂ വരുന്നത്. പിന്നെ നമ്മുടെ വാഷ്റൂം ഇതാണ് നമ്മുടെ വാഷ്റൂം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഇപ്പൊ ബ്രഷും കാര്യങ്ങളൊക്കെ വെച്ചേക്കണേ. അവിടെയും ചെറിയൊരു സ്പേസ്. പിന്നെ ഇവിടെ മിററിന്റെ അവിടെ എല്ലാ ബാത്റൂമിലും മിററിന്റെ അവിടെ ലൈറ്റ് ഉണ്ടാവും. ഓക്കെ, അടിച്ചേക്ക്, ലൈറ്റ് ഓഫ് ചെയ്യും. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലെ കാര്യങ്ങളും അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. കിച്ചന്റെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കിച്ചൺ. അപ്പൊ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അപ്പൊ കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കണുള്ളൂ. നമ്മുടെ കിച്ചണിൽ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു പാനൽ പോലെ കൊടുത്തിട്ടുണ്ട്. ഡോറ് കൊടുത്തിട്ടില്ല. ഡോറിന് പകരം ജസ്റ്റ് ഒരു നമ്മൾ WPC ഷീറ്റിൽ വെച്ചിട്ട് നമ്മൾ മയക്ക് ഒട്ടിച്ചു കൊടുത്തു. ജസ്റ്റ് ഒരു പാനൽ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നേരെ വരുമ്പോ തന്നെ ഫ്രിഡ്ജ്.
പൊട്ടിയ സാധനങ്ങൾ. അപ്പോൾ ഫ്രിഡ്ജ് കയറി വരുമ്പോൾ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രിഡ്ജ് നമുക്ക് ജസ്റ്റ് ഒരു ബോക്സിൻ്റെ ഉള്ളിലൊക്കെ ആക്കണം. അപ്പോൾ ആ വർക്കൊക്കെയാണ് പെയിൻറ്റിങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കബോർഡ് പോലെ, അതായത് നമുക്ക് കബോർഡ് ഇങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജ് അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ തള്ളി വെക്കണ ഒരു മോഡലില്ലേ, അതാണ് ഉദ്ദേശിച്ചത്. ഹെസ പൊട്ടിച്ചല്ല. ഹെസ എന്തോ അവിടെ നശിപ്പിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. ആ വിത്താണോ? ആ ചെടികളുടെ എന്തോ വിത്താണ്. വേഗം എടുത്തോ. അപ്പൊ അവിടെ ആ പണി അവിടെ പെയിന്റിങ് ഉണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ ദേ ഈ ഒരു വാർഡ്രോബാണ്. ഈ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ. ഒരു ഈ ഒരു ഇതും നമ്മളെ എന്താ പറയാ, ഈ കളറിന്റെ പേരെന്തായിരുന്നു? പേള് അങ്ങനെ എന്തോ ഒരു കളർ അങ്ങനെയായിരുന്നു പേര്. ഇവിടെ നമുക്ക് സ്പേസ് ഉണ്ട്. അപ്പൊ അത് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും നമുക്ക് കിച്ചണിലുണ്ട് കേട്ടോ. അത് സിമ്പിളാ. കർട്ടന അത്. പിന്നെ ഈ ഒരു ഇതെന്താ പറയാ, ഈ ഒരു വുഡന്റെ ഒരു ഇതുണ്ടല്ലോ, അത് ഞാൻ വെപ്പിച്ചതാണ്. എനിക്ക് ഇങ്ങനെ എന്താ പൊടികളും ഉപ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ഏത് നേരം കബോർഡ് തുറന്ന് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് അങ്ങനെ വെക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ വെപ്പിച്ചാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതിൽ നിന്ന് എടുത്ത് അങ്ങനെ നമുക്ക് വെക്കാമല്ലോ. പിന്നെ അത് ഫ്രൂട്ട്സ് ഒക്കെ വെക്കണത് ഇവിടെയാണ്, ഫ്രൂട്ട്സും കാര്യങ്ങളും. പിന്നെ ഇവിടെ വെള്ളം, പിന്നെ ഇവിടെ വേറെ ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ റൈസ് കുക്കർ അവിടെ വരുന്നുണ്ട്. ഇവിടെ മിക്സിയുടെ സ്പേസ് വരുന്നത് അവിടെയാണ്. പിന്നെ അതേ എൻ്റെ മുകളിൽ അവിടെ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കണതാണ്. ആ ട്രേ ഉണ്ട് നമുക്ക് പ്ലേറ്റ്. താഴ്ത്തിറങ്ങി. അപ്പൊ ഇത്ര ഉള്ളു കിച്ചൺ. കിച്ചണിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ വേണ്ടവർ അതിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ ഇതാണ് വരുന്നത്, അത് അവിടെ വരുന്നുണ്ട്. അതാ ഓൺ ചെയ്തേ. ആ ചിമ്മിനി നമുക്കിത് സെൻസറും ഉണ്ട്, സ്വിച്ചും ഉണ്ട്, 2 ടേപ്പും ഉണ്ട്. വരും. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ കിച്ചണിൽ. ഇത്രയും കാര്യങ്ങളെ വരുന്നുള്ളൂ. അതിന്റെ അടിയിൽ നമ്മൾ ഇപ്പൊ തൽക്കാലം സ്റ്റൗ വെച്ചിട്ടില്ല. സ്റ്റൗ ഇതിന്റെ അടിയിൽ നമുക്ക് വെക്കാൻ പറ്റും. ഇവിടെ ടോൾ യൂണിറ്റ് പോലെ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ടോൾ യൂണിറ്റ് അല്ല, അതിനോട് സിമിലർ ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കണം. പക്ഷേ ടോൾ യൂണിറ്റ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത്രേ ഉള്ളൂ ഇവിടെ കിച്ചണിൽ വരുന്നത്. പിന്നെ നേരെ വരുന്നത് വർക്ക് ഏരിയ. ഇവിടെയാണ് ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യണത്, ഈ ഒരു വർക്ക് ഏരിയയിലാണ്. അപ്പോൾ ഈ വർക്ക് ഏരിയയിൽ ഇവിടെ നമ്മൾ ടൈൽസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടാവും. അഴുക്കും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പിടിക്കുമല്ലോ നമ്മൾ. അപ്പോൾ അവിടെ ടൈൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് വേഗം തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലീൻ ആയിട്ട് ഇരുന്നോളൂല്ലോ. അവിടെ ടൈൽസ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും നമ്മൾ ടൈൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ പാത്രമൊക്കെ നമുക്ക് കഴുകിയിട്ട് ഞാൻ ഇതിൻ്റെ ഒപ്പം വെക്കും. ഇത് നമുക്ക് സിംഗിൾ ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. പക്ഷേ ഞാനിത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് പാത്രമൊക്കെ കഴുകിയിട്ട് ഇതിലിട്ട് വെച്ചിട്ട് വെള്ളം പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാൻഡിലോട്ട് വെക്കണേ. പിന്നെ ഈ ടാപ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നേരത്തെ വീഡിയോയിൽ കാണിച്ചത്. നമുക്ക് പല സൈസിൽ എന്താ പറയുക, പല ഡയറക്ഷനിലോട്ടും തിരിക്കാം. ആ ഇങ്ങനെ ഇതാക്കാൻ പറ്റും. ഇത് ഇങ്ങനെയും വെള്ളം വരും, ഇത് ഇങ്ങനെയും വരും. 2 രീതിയിൽ നമുക്ക് തിരിക്കാം കേട്ടോ. പിന്നെ നമുക്ക് സിങ്കൊക്കെ കഴുകണമെന്നുണ്ടെങ്കിലും ഇത് ഇങ്ങനെ ഏത് രീതിയിലേക്കും ഡയറക്ഷനിലോട്ടും ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെയാണ് സ്റ്റൗ വരുന്നത്. ഇവിടെയാണ് ഞാൻ കുക്കിംഗ് ചെയ്യാറ്. അപ്പോൾ പുറത്തോട്ട് നമുക്ക് കാഴ്ചയൊക്കെ കണ്ടിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവിടെ മഴ പെയ്തേക്കണേം കൊണ്ട് ഷീറ്റ് ഇട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇവിടുന്ന് വെള്ളം ഇങ്ങനെ വരുന്നേം കൊണ്ടേ നമ്മുടെ ഡോറ് സ്റ്റീലിൻ്റെ ഡോറാണ് ഇവിടെ കൊടുത്തേക്കണം. അപ്പോൾ വെള്ളം അടിച്ച് വെള്ളം വരുന്നേം കൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതും കൊണ്ട് അവിടെ തൽക്കാലം ഷീറ്റ് ഇട്ട് എടുത്തേക്കണം. ഇവിടുന്ന് വ്യൂ അവിടെ നമുക്ക് അടിപൊളിയായിട്ട് നല്ല രസമാണ്. ഞാൻ ഷീറ്റ് ഇടുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഇരുന്നതിന് എല്ലാ കാഴ്ചയും കാണാമായിരുന്നു. പിന്നെ ഇനി നമ്മൾ ഇത് മാറ്റിയിട്ട് മറ്റേ അലുമിനിയത്തിൻ്റെ ഷീറ്റ് നമ്മൾ ഇടും മുകളിലായിട്ട്. അപ്പോൾ ഇത്രയും കുഴപ്പമുണ്ടല്ലോ, അവിടെ ഓപ്പൺ ആയിരിക്കും, നമുക്ക് നല്ല കാഴ്ചയൊക്കെ കാണാൻ പറ്റും. പിന്നെ അവിടെയാണ് അലക്കല്ല് വരുന്നത്. അതിൻ്റെ ഉള്ളാട്ടം വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ്റെ സ്പേസ് കാണിച്ചേ. വാഷിംഗ് മെഷീൻ സ്പേസ് കാണിച്ചേടി. അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ വാഷിംഗ് മെഷീൻ. അതിൻ്റെ അകത്തായിട്ടാണ് നമ്മൾ വാഷിംഗ് മെഷീൻ. പിന്നെ തുണി എന്തോ അലക്കാൻ ഇട്ടിട്ടുണ്ട്. ഇതാണ് വാഷിംഗ് മെഷീൻ. പിന്നെ ഇവിടെ നമ്മുടെ വേ ആണ് ഗൈസ്. ചെളി ആര്യ ഇങ്ങോട്ട് കേറിക്കേ. നമ്മുടെ മുറ്റത്ത് വീട് മാറ്റാണ് കൊടുത്തേക്കണേ. ടൈൽസ് ഇപ്പൊ തൽക്കാലം ഇട്ടിട്ടില്ല. അപ്പൊ വീട് മാറ്റ് ഇങ്ങനെ വിരിച്ചു കൊടുത്തേക്കണേ കൊണ്ട് നടക്കുമ്പോ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിന്ന് ഇപ്പുറത്തോട്ട് ആലിയുടെ വീട്ടിലോട്ടുണ്ട്. പാടം ഞാൻ കാണിച്ചു തരാം കേട്ടോ.
ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഹോം ടൂർ. ഹോം ടൂർ ഹോം ടൂർ കഴിഞ്ഞ് കാല് തുടച്ചിട്ട് കയറി. അപ്പൊ ഇത്രേ ഉള്ളൂ കിച്ചൺ. അപ്പൊ ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാം കാണിച്ചിട്ടുണ്ട് ഞാൻ. തല്ലൂത്തായി പോയെ പോയെ തല്ലെടുത്തോ ഗൈസ്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഹോം ടൂർ വിശേഷങ്ങൾ. അപ്പൊ പുതിയ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പൊ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഹോം ടൂർ വീഡിയോ. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വർക്കൊക്കെ പെൻഡിങ് ഉണ്ട്. അതേപോലെ തന്നെ മുറ്റമൊക്കെ ശരിയാക്കണ്ട, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പെൻഡിങ് വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ അപ്പൊ നമ്മൾ ഇതേ ചെയ്തേക്ക് വെച്ചിട്ടുള്ള ഹോം ടൂർ ഒക്കെ മാക്സിമം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാം.